സുരാജ് ഏട്ടനുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സുരാജ് ഏട്ടൻ ചോദിക്കുന്നു, എന്താ അവന് നിന്നേക്കാൾ സാലറി കൂടുതലില്ലേ? രണ്ടും നെതർലാൻഡിലാണല്ലോ, വലിയ IT ഫേമല്ലേ? ഈ മോഷണ സ്വഭാവം ഞാനൊരിടത്തും കാണിക്കാറില്ല. ചെമ്പടിച്ചാലും ഒരാൾക്കുള്ള ഫുഡ് അടിച്ചു മാറ്റിയിട്ടില്ല. ഇല്ലാത്തവനാണ് നമുക്ക് വാങ്ങിക്കൊടുക്കാം. പിന്നെ ഞായറാഴ്ച ഒരു കടയും തുറക്കുകയില്ലെന്ന് അവനറിയാമല്ലോ. ഇതെല്ലാ വീക്കെൻഡിലും ഉള്ള പരിപാടിയാണ്. കഴിക്കുന്നത് പോട്ടെ, നിനക്കൊരു ശകലം വെച്ചിട്ട് പോയിരുന്നേ. അപ്പോൾ ഉണ്ണി, എടാ ഞാൻ ആ പാക്കറ്റ് മൊത്തം ഇട്ട് കുക്കും ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫുള്ള് പട്ടിണിയായിപ്പോയി. അതാ ദേഷ്യം വന്നത്. മൺഡേ മോർണിംഗിൽ 6 o'clock വർക്കിന് കയറേണ്ടതുമാണ്. എന്താ ഒരു വഴി? അവൻ ഇനി ഇത് ചെയ്യരുത്, ഇതൊരു സ്ഥിരം പണിയാണ്. ഇപ്പോൾ സുരാജ് ഏട്ടൻ, വഴിയുണ്ട്. നമുക്ക് ആ ആസിഫിനെയും നിവിനെയും കൂടെ കൂട്ടാം, നമുക്ക് ചോദിക്കാം. പിന്നെ ചിലവുണ്ട്, അവന്മാരറിയണ്ട. ഉണ്ണി അപ്പോൾ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ഉണ്ണി ആ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എടാ ആ പാർട്ടിക്കാർ വരുന്നുണ്ടല്ലോ, തിരഞ്ഞെടുപ്പ് തുടങ്ങുകയാണല്ലോ അല്ലേ? അപ്പോൾ സുരാജേട്ടൻ, പാർട്ടിക്കാർ രണ്ടുപേരും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നവരാണ്. പിന്നെ ഞാനായിരുന്നെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആരോടും പറയില്ല. പകരം ഞാൻ ഈ നാട്ടിൽ ഇതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും നോക്കണോ എന്നുള്ള സജഷൻ എടുക്കാൻ മാത്രമേ ചെല്ലൂ. പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടാത്ത ഒരു 10,000 റുപ്പീസിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയുമല്ലോ. അത് ഗ്രാമത്തിലുള്ളവരെ കൂടെ കൂട്ടി, നമ്മുടെ വാർഡിലുള്ളവരെ കൂടെ കൂട്ടി, അവർക്കൂടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ അവരെ വർക്കിന് നിർത്തിയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അടുത്ത പ്രാവശ്യവും മത്സരിക്കുമ്പോൾ 10 വോട്ട് കൂടുതൽ കിട്ടുക. പിന്നെ നമ്മുടെ വാർഡിലുള്ളവരെ ഒരു 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് വിളിക്കാം, നമ്മൾ ഇത്രയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയാം. അവർ വരട്ടെ, നിനക്കിവിടെ വോട്ടില്ലേ? ഇപ്പോൾ ഉണ്ണി, ഇല്ല ഞാനിങ്ങോട്ട് മാറ്റിയിട്ടില്ല, ഇനി നമ്മളിവിടുന്ന് നാട്ടിലേക്ക് പോകും.